ഇതേ സാധനം എനിക്കിട്ട് ചെയ്താൽ ഞാൻ തിരിച്ചു ചെയ്യും. മനസ്സിലായോ? എനിക്ക് അപ്പൊ എന്ത് ചെയ്യണോ അത് ഞാൻ ചെയ്യും. എനിക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ആവും. അതോടെ അവിടെ നിൽക്കുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മുടെ അടുത്താണ് ഈ സാധനം ഇറക്കുന്നതെങ്കിൽ ഞാൻ തിരിച്ചു ഇറക്കും. ഇത് ഈ പെൺകുട്ടികൾക്ക് വരുന്ന ഒരു അതും ഈ പബ്ലിസിറ്റിയുടെ പേരിൽ തന്നെയാണോ? ഇവർക്കെതിരെ ഒരു പീഡന പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ അതറിയത്തില്ല എങ്ങനെയാന്ന്. അവരുടെ ഉദ്ദേശം എന്താന്ന് ഒരു പിടിയില്ല. അവരുടെ ഫോൺ കോൾസ് മറ്റുള്ളവരെ കുറെ പേരെയൊക്കെ ഭീഷണിപ്പെടുത്തിയതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇതിട്ടു. കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു ആറാറിന്റെ വീട്ടിൽ. അതിലെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. തെളിവുകൾ അടക്കം കുറെ തെളിവുകളുണ്ട്, കുറെ പരാതികളുണ്ട്. പോലീസ് കേസെടുക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത്? അതെന്താന്ന് വെച്ചാൽ അവര് പറയുന്നത് ഈ പറഞ്ഞ ട്രാൻസ് വ്യക്തിയെ വിളിച്ചപ്പോൾ അയാൾ ആത്മഹത്യ എന്ന് പറഞ്ഞെന്ന് പോലീസുകാർ പറയാം. അപ്പൊ ഇവന്മാർ ചോദിച്ചു ട്രാൻസ് വ്യക്തി ഒരാളെ കുത്തിക്കൊന്നിട്ട് നിങ്ങൾ പിടിക്കാൻ ചെല്ലുമ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ വിടും. അങ്ങനത്തെ ഈ പോലീസുകാരുടെ ഭാഗത്ത് ഇത് കണ്ടില്ലേ, ഈ ഫോട്ടോ ഇങ്ങനെ ഈ ഫോട്ടോ എടുത്തില്ലേ, അതുപോലത്തെ ഊളകളുണ്ട്. വിവരം ഇല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ പോലീസിലുണ്ട്. ഇച്ചിരി വിദ്യാഭ്യാസം വിവരം ഉള്ളവരല്ല എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ. ഇവിടുത്തെ ഒരു 10ാം ക്ലാസ് പാസ്, പിന്നെ ചിലപ്പോൾ +2, അത് കഴിഞ്ഞിട്ട് വല്ല ഡിഗ്രി ഒന്നും പഠിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് ഈ നാട് വിട്ട് പോയിട്ടില്ല ഇവർ. മനസ്സിലായി, ഇവർക്ക് പുറത്തോട്ടൊരു സംഭവം അറിയത്തുമില്ല, വേറെ ഭാഷ അറിയത്തില്ലായിരിക്കും. 100% എനിക്ക് ഉറപ്പാണ് എൻ്റെ ഈ ഫോട്ടോ എടുത്ത 4 പോലീസുകാർക്ക് മലയാളം അല്ലാതെ വേറെ ഭാഷ അറിയത്തില്ല.